ഹലോ എവരി വൺ. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം കണ്ണൂർക്കാരുടെ അല്ലെങ്കിൽ തലശ്ശേരിക്കാരുടെ കായ്ക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് 2 മണിക്കൂർ സോക്ക് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. എന്നിട്ട് അതിനെ കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ടത് പിന്നെ അരിയാണ്. ജീരകശാല അരി ഉണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. അത് ഞാൻ ഒരു 2 മണിക്കൂർ പുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പിന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ അതൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പിടി കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിടിപ്പായസം എന്നും കൂടി പറയും. അപ്പം പിടി വേണ്ടവർക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പം പിടിയും പിന്നെ നമ്മൾ അരി അരച്ചിട്ട് വെച്ചതും കടലപ്പരിപ്പ് വേവിച്ചതും അത് ആ 3 ഇൻഗ്രീഡിയൻസും ആണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് കായാണ്. അപ്പോൾ പഴം ശരിക്കും കുറച്ച് നന്നായി പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഈ കിട്ടിയ പഴം അധികം പഴുപ്പില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്ത് ഇത്രയും സാധനങ്ങളായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പം ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം തന്നെ സെക്കൻഡ് പാൽ ഒരു പിന്നെ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിനകത്ത് അരിയില്ലേ, നമ്മൾ അടിച്ചു വെച്ച അരി അതും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിർത്താണ്ട് ഇളകിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക. ഞാനൊരു 3/4 കപ്പാട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എടുക്കുക. നന്നായിട്ട് കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ അരി ചേർത്തുകൊണ്ട് പിന്നെ അടിക്ക് പിടിക്കും. പിന്നെ അതൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കായ് ആഡ് ചെയ്യാം. അപ്പോൾ കായ് ആഡ് ചെയ്യുന്നിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കായൊക്കെ വെന്ത് വരും. പിന്നെ ഇതൊന്ന് നന്നായിട്ട് അത്യാവശ്യം കുറുകയും ചെയ്യും. അപ്പം ഞാൻ അടച്ചു വെച്ചിട്ട് കേട്ടോ വേവിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് പിന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ കടലപ്പരിപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കടലപ്പരിപ്പും ഞാൻ പിടിയും പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത് അത് രണ്ടും കൂടി നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്ത് പിന്നെ ഏലക്കായ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏലക്കായ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റാണെങ്കിൽ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിപ്പം ഇതിനകത്ത് പഴം ഒരു ഇതായിട്ട് കാണിക്കാത്തത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പം പിന്നെ അതൊന്ന് ആഡ് ചെയ്ത് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ കറി റെഡിയാവും. അപ്പം ഇത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഈ കായ്ക്കറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിടിപ്പായസം എന്നൊക്കെ പറയും തലശ്ശേരിയിലൊക്കെ. ഇത് നമ്മളവിടെ നോമ്പ് 27-ന് ഉണ്ടാക്കാറ്. പിന്നെ ഇന്ന് ഞാനൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടാക്കിയത്. എൻ്റെയും ഫസ്റ്റ് ട്രൈ കേട്ടോ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് മധുരം നിങ്ങളെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ചിലർ ഇതിനകത്ത് പിടിയിട്ടില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ